നല്ല ഈശ്വരവിശ്വാസിയാണ് മന്ത്രി കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടി ഏറ്റെടുത്തത്. കാരണം കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം അത്ര നല്ല രീതിയിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. UDF ആയാലും LDF ആയാലും ആര് അധികാരത്തിൽ വന്നാലും പലപ്പോഴും ദേവസ്വം ബോർഡുകളുടെ ഭരണം ചില കോക്കസുകളുടെ കയ്യിൽപ്പെടുന്ന പതിവുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെടുന്നത്. നിലവിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ദേവസ്വം ബോർഡുകളിലും ആരോപണങ്ങളുണ്ട്. ചിലത് ഭരണപരമായ പ്രശ്നങ്ങളിൽ, ചിലത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചകളുടെ കാര്യത്തിൽ, ചിലത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ടത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുന്ന കാര്യത്തിലാണ്. എന്തായാലും കോടതി ഇക്കാര്യങ്ങളിലൊക്കെ ശബരിമലയിൽ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ചും മണ്ഡലകാലം തുടങ്ങിയാലും അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ കൃത്യമായി കോടതി ഇടപെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ സ്വതന്ത്രമായി ഒരു കാര്യവും ശബരിമലയിൽ ചെയ്യാൻ കഴിയില്ല എന്ന്. കാരണം എല്ലാത്തിനും കോടതിയുടെ അനുമതി വേണമെന്ന്. എന്നാൽ ഇത്തരത്തിലേക്ക് എത്തിച്ചത് ആരാണ് എന്നുള്ള കാര്യം കൂടി ഓർത്താൽ നന്നായിരിക്കും. കാരണം ശബരിമലയിലെ പല കാര്യങ്ങളും വലിയ തരത്തിലുള്ള ആരോപണങ്ങളായി മാറി. അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്താണ് അരവണയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായത്. അരവണ നിറച്ചു നൽകാൻ ടിന്നുകളില്ലായിരുന്നു. അരവണ കൃത്യസമയത്ത് അതിൻ്റെ ഉൽപ്പാദനം നടത്തിയില്ലായിരുന്നു. അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ, അതിലൊക്കെ അന്ന് കോടതി ഇടപെട്ടു. അതുകൊണ്ട് ഒരു പരിധിവരെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഓരോ കാര്യങ്ങളിലും കോടതി ഇടപെടുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ പൂജയുടെ കാര്യങ്ങളിലല്ല, അവിടുത്തെ ഭരണപരമായ കാര്യങ്ങളിൽ, നടത്തിപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ജനക്കൂട്ടം അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണം കൂടുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് തന്നെ ഉണ്ടാക്കുന്നു എന്ന് കോടതിക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് കോടതി ചില സമയങ്ങളിലൊക്കെ ഇടപെട്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ആ നിയന്ത്രണങ്ങളൊക്കെ നല്ലതാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ചില ഇടപെടലുകൾ വലിയ തരത്തിൽ ദോഷം ചെയ്യുന്നു എന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന തരത്തിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേർന്നു. ആ യോഗത്തിൽ പ്രധാനമായും പറഞ്ഞത് എല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടപ്പിലാക്കും എന്നാണ്. അതായത് മുറി ബുക്കിംഗ് മുതൽ പൂജാ ബുക്കിംഗ് വരെ. അപ്പോൾ അതിനു മുമ്പ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവിടുത്തെ ഭരണം നടന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. കോടതി ഇടപെട്ടത് കൊണ്ടാണ് മുറികൾ അല്ലെങ്കിൽ അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് തങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായ താൽക്കാലിക സംവിധാനമായ മുറികൾ നൽകുന്നതിന് ഇപ്പോൾ ഒരു ഡിജിറ്റൽ വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് യഥേഷ്ടം ആർക്കും ബുക്ക് ചെയ്യാവുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. ഈ ഇടപെടലുകളെ നമ്മൾ ശ്ലാഘിച്ചേ മതിയാവൂ, നല്ലതെന്ന് പറഞ്ഞേ മതിയാവൂ. എന്നാൽ ചില കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഈ മന്ത്രി പറയുന്നതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകർക്കുണ്ടാകാം. പക്ഷേ കാര്യങ്ങൾ നേരെ ചൊവ്വേ പോകണമെങ്കിൽ ഇങ്ങനെ ചില വടിയെടുപ്പുകൾ ആവശ്യമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാതെ മുന്നോട്ട് പോകാനാവില്ല. എന്തെന്ന് വെച്ചാൽ വികസനം എല്ലായിടത്തും വേണം, എല്ലാ ക്ഷേത്രങ്ങളിലും വികസനം വേണം. കാരണം ഭക്തരുടെ എണ്ണം കുറയുന്നില്ല, ഓരോ ദിവസവും കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ നീരുറവകൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ ഭക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞു. ഇത് പറയാൻ കാരണം ശബരിമലയെ അല്ലെങ്കിൽ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പയാറ്റിലെ അല്ലെങ്കിൽ പമ്പാ നദിയിലെ സ്നാനം. പമ്പയിൽ കുളിച്ചു കയറി എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് പുതിയൊരു ആചാരമായി മാറി. വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പാണ് അത് തുടങ്ങിയത്. പക്ഷേ ഇന്ന് പലരും അത് ഉപേക്ഷിക്കുന്നു. അത് വലിയ തരത്തിൽ പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി പല പ്രാവശ്യം ഇടപെട്ടു. പക്ഷേ അതിന് ഒരു അവസാനമുണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളിൽ
ദേവസ്വം മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം. ഓരോ ദിവസവും കോടതിക്ക് മുന്നിലെത്തുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസങ്ങൾ അവർ പറഞ്ഞ് നീട്ടി മേടിച്ച് മുന്നോട്ട് പോവുകയാണ്. അതാണ് മന്ത്രി പറഞ്ഞൊരു കാര്യം, എല്ലാം വേഗത്തിലാക്കണം, അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അത്തരത്തിലേക്ക് നീണ്ടുപോകുന്നു, കുറ്റപത്രം വൈകുന്നു എന്നുള്ളത്. കോടതി ഇടപെട്ടിട്ട് പോലും പ്രത്യേക അന്വേഷണ സംഘം മെല്ലപ്പോക്ക് നടത്തുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് ദേവസ്വം മന്ത്രി മുന്നോട്ട് വെച്ചതും ഉന്നയിച്ചതും. കാര്യങ്ങളൊക്കെ നന്നായി പോകണമെന്ന താല്പര്യം ദേവസ്വം മന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തുടക്കം മുതൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. ചില കാര്യങ്ങളിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു, പ്രത്യേകിച്ചും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ. അതിൽ കോടതിയും ഇടപെടുന്നുണ്ട്. പക്ഷേ ചില ഇടപെടലുകൾ ചില സമയത്ത് കോടതി ഇടപെടുമ്പോൾ അത് ഭക്തർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന് മന്ത്രിയും തന്നെ പറയുന്നുണ്ട്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു കടിഞ്ഞാണില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പലതും സംഭവിക്കും. കാരണം അത് നേരത്തെ കണ്ടു മനസ്സിലാക്കിയത് കൊണ്ടാണ് കോടതി പല കാര്യങ്ങളിലും ഇടപെടുന്നത്. ചില റിപ്പോർട്ടുകളൊക്കെ കോടതിക്ക് മുന്നിലുണ്ട്. അതൊക്കെ കോടതി കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ നടന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ അതിലൊക്കെ കോടതി കൃത്യമായി ഇടപെടുന്നുണ്ട്, കൃത്യമായി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറേയൊക്കെ മന്ത്രി പറയുന്ന കാര്യങ്ങളും അതേപടി നടപ്പിലാക്കാനുള്ള നീക്കങ്ങളും അനിവാര്യവുമാണ്. ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പരാതികളൊക്കെ ആദ്യം എത്തുന്നത് ഈ മന്ത്രിക്ക് മുന്നിൽ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിലൂടെ ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇത്തരം നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനിവാര്യമാണ്. എന്തായാലും മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ, കാരണം സ്വതന്ത്രമായി ദേവസ്വം ബോർഡുകൾക്ക് പ്രവർത്തിച്ചേ മതിയാവുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അത്തരം നീക്കങ്ങൾ അനിവാര്യവുമാണ്. പക്ഷേ അവിടെ നിന്ന് അഴിമതി ഒഴിവാക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങളും വേണം. എന്തായാലും തുടക്കം ഗംഭീരമാക്കാനാണ് മന്ത്രിയുടെ നീക്കം. അത് നല്ലത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡുകളിലുമൊക്കെ ഇനിയും മെരുങ്ങാത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കൂടെ നല്ല വഴിയിലേക്ക് നയിക്കാൻ മന്ത്രി ശ്രമിച്ചാൽ നന്നായിരിക്കും.